ആക്രമണം നേരിട്ട ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാൻ ആശുപത്രിയിലെത്തിച്ച സമയത്തിലും മറ്റു രേഖകളിലും ചില്ലറ പൊരുത്തക്കേടുണ്ടെന്ന വാർത്ത വന്ന ദിനമാണിന്ന്. ഈ മാസം 16-ന് പുലർച്ചെ 2:30-ക്കാണ് ആക്രമണം ഉണ്ടായതെങ്കിലും ആശുപത്രിയിലെത്തിയത് 4:10-നാണെന്നാണ് ആശുപത്രിയുടെ രേഖ. നടനൊപ്പം ഉണ്ടായിരുന്നത് ആരെന്നതിലും മുറിവുകളുടെ എണ്ണത്തിലും പൊരുത്തക്കേടുണ്ട്. എന്തുകൊണ്ട് ഈ പൊരുത്തക്കേട് ഉണ്ടായെന്നതിൽ കടുത്ത ദുരൂഹത തുടരുകയാണ്. 6 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ നടൻ 5-ാം ദിനം പൂർണ്ണ ആരോഗ്യവാനായി വീട്ടിലേക്ക് മടങ്ങുന്ന ദൃശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി ശിവസേന നേതാവ് സഞ്ജയ് നിരുപം അടക്കം നിരവധി പേരാണ് സംശയങ്ങൾ ഉന്നയിച്ചത്. കണ്ടത് വൈദ്യശാസ്ത്രത്തിന്റെ നേട്ടമെന്നായിരുന്നു ആശുപത്രിയുടെ മറുപടി. പിന്നാലെയാണ് ആശുപത്രിയിൽ നിന്നുള്ള ചില രേഖകൾ അടുത്ത സംശയങ്ങൾക്ക് തുടക്കമിട്ടത്. നടനെ ആക്രമിക്കുന്നത് പുലർച്ചെ 2:30-ക്കുള്ളിലാണ്. പരമാവധി 10 മിനിറ്റ് സമയമാണ് ലീലാവതി ആശുപത്രിയിലേക്കുള്ളത്. എന്നാൽ രേഖകൾ പ്രകാരം എത്തിയത് പുലർച്ചെ 4:10-ന്. 3 മണിയോടെ എത്തിയെന്നാണ് നേരത്തെ ഡോക്ടർമാർ പറഞ്ഞത്. മകൻ തൈമൂറാണ് നടനൊപ്പം വന്നതെന്നാണ് ഡോക്ടർമാർ ആദ്യം പറഞ്ഞത്. എന്നാൽ രേഖകൾ പ്രകാരം എത്തിയത് സുഹൃത്തായ അഫ്സാർ സെയ്ദിക്കൊപ്പം. ബന്ധുക്കൾ ആരും ഒപ്പമുണ്ടായിരുന്നില്ല എന്ന ചോദ്യത്തിന് ഇതുവരെ മറുപടിയില്ല. കാറുകൾ ഉണ്ടായിട്ടും ഓട്ടോയിൽ എന്തിനു പോയെന്ന ചോദ്യത്തിനും വിശ്വാസയോഗ്യമായ മറുപടിയില്ല. ഫ്ളാറ്റിൽ പുരുഷന്മാരായ ജോലിക്കാർ ഉണ്ടായിട്ടും നടൻ ഒറ്റയ്ക്ക് ആക്രമിയെ എങ്ങനെ നേരിട്ടു എന്ന ചോദ്യവുമുണ്ട്. ആക്രമണത്തിന് പ്രതിയെത്തിയ വഴിയിൽ ഏതാണ്ട് വ്യക്തതയുണ്ടെങ്കിലും എങ്ങനെ രക്ഷപ്പെട്ടെന്ന കാര്യത്തിൽ അതില്ല. CCTV ദൃശ്യത്തിലുള്ള പ്രതിയും പിടിയിലായ ആളും തമ്മിൽ കാഴ്ചയിൽ വ്യത്യാസമുണ്ട്. ഷെറീഫുൽ ഇസ്ലാം എപ്പോഴും മുടി വെട്ടി ഒതുക്കുന്ന ആളാണെന്നും വീഡിയോയിൽ നീളൻ മുടിക്കാരനാണെന്നും പിതാവ് ഒരു ദേശീയ മാധ്യമത്തോട് പറഞ്ഞു. അതേസമയം ഫ്ളാറ്റിൽ നിന്നും കിട്ടിയ വിരലടയാളങ്ങൾ പ്രതിയുടേത് തന്നെയെന്ന് സ്ഥിരീകരിച്ചതായി പോലീസ് പറയുന്നു. 24 മുംബൈ.